രാജീവ് ഇങ്ങനത്തെ ചോദ്യം ചോദിക്കാന്ന് പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. You never asked me, you never told me yesterday ഇങ്ങനത്തെ ചോദ്യം ചോദിക്കുന്നു. No, I didn't ask. No, you said that did I go through casting couch അങ്ങനെ പറഞ്ഞു താങ്കൾ. I didn't mean that. അത് ഞാൻ രണ്ടാമതും ചോദിച്ചു, അപ്പൊ താങ്കൾ വ്യക്തമായിട്ട് പറഞ്ഞു ഞാൻ കാസ്റ്റിംഗ് ഹൗസിലോട്ട് പോയിട്ടുണ്ട്. No, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ താങ്കളുടെ ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ടാണ് വന്നത്, ഇങ്ങനെ ചോദിക്കാനല്ല ഞാൻ വന്നത്. അതല്ല ഉദ്ദേശിച്ചത്. ഇല്ല ഞാൻ രണ്ടാമത് ചോദിച്ചു. സോറി, I'm so sorry about that. I didn't mean it that way. ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ കാസ്റ്റിംഗ് കൗച്ചിലൂടെ ചേട്ടൻ പോയിട്ടുണ്ടെന്നല്ല. ഹലോ ഹായ്, മെട്രോ മാറ്റ്നിയിലെ പുതിയൊരു ഇന്റർവ്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കൂടെ ഇന്നുള്ളത് രാജീവ് പിള്ളൈ ചേട്ടനാണ്. നമ്മൾ പറയുന്ന പോലെ ഒന്നുമല്ല, ആളുടെ മനസ്സും പറയുമ്പോഴും കാണുമ്പോഴൊക്കെ വലിയ പുള്ളിയാണ്. ഹീസ് എ മോഡൽ, മനസ്സ് വലുതാണ്, എല്ലാമാണ്. ഹീസ് എ മോഡൽ, ഹീസ് എൻ ആക്ടർ, ഹീസ് എ ഡെന്റിസ്റ്റ്, ഹീസ് എവറിത്തിങ്. സോ നമുക്ക് നേരെ ആളുടെ അടുത്ത് ചോദിക്കാം. ഹലോ. ഹായ്. Thanks for the wonderful introduction. Though I don't deserve it. No, you do deserve that. So എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം, എങ്ങനെ പോകുന്നു? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. നമ്മൾ നമ്മുടെ ചാനലൊക്കെ ആയിട്ട് ഇങ്ങനെ അടിപൊളിയായി പോകുന്നു. ഞാനും അതുപോലൊക്കെ തന്നെ. വർക്കും പോകുന്നു, വർക്ക് നന്നായിട്ട് നടക്കുന്നു. വർക്കിന്റെ രീതിയിൽ പോകുന്നു, ഞാൻ രീതിയിൽ പോകുന്നല്ലേ. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ പ്രീവിയസ് ഇന്റർവ്യൂസ് കുറച്ചിങ്ങനെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ചല്ലേ കിട്ടൂ? യെസ്, വളരെ കുറവായിരുന്നു. അത് ഫസ്റ്റ് തിങ് എനിക്ക് ചോദിക്കാനുള്ളത്, യു ഡോണ്ട് ഡു ഇന്റർവ്യൂസ്, വൈ? 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പം മലയാളത്തിൽ ഞാൻ വളരെ കുറച്ചല്ലേ സിനിമ ചെയ്യുന്നു. ഒരു 5 കൊല്ലം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഞാൻ ഷൂട്ട് ചെയ്തത് ബേസിക്കലി ഒരു ക്യാരക്ടർ ചെയ്ത മലയക്കോട്ടെ വാലിബൻ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒന്നുമില്ല മലയാളത്തിൽ. ഐ ബീൻ ഡൂയിങ് തെലുഗു, തമിഴ്, കന്നഡ, ഹിന്ദി, ഈ 4 ചെയ്തോണ്ടിരുന്നത്. അപ്പം മലയാളത്തിൽ എനിക്ക് പറയാനൊന്നുമില്ല ഇന്റർവ്യൂ ചെയ്ത. അതായത് പണ്ടത്തെ 10 വർഷം മുമ്പത്തെ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ്, എനിക്കൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇന്റർവ്യൂ പോവാത്തത്. സോ യു ആർ നോട്ട് ഗിവിംഗ്, കൊടുക്കാത്തതാണ് ഇന്റർവ്യൂ. എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി എന്ത് പറയണമെന്ന്. ഇതെനിക്ക് ചോദിക്കാനുള്ള, ലൈക്ക് ചേട്ടൻ ഇപ്പോൾ ഇന്റർവ്യൂ കൊടുക്കുകയാണെങ്കിലും യു വിൽ ബി ആസ്കിങ് ലൈക്ക് എനിക്കൊന്നും അധികം പറയാനില്ല, ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് പറയാനെന്നുള്ള രീതിയിലൊരു ആൻസർ. പക്ഷെ നോ, യു ഹാവ് ഡൺ ലൈക്ക് മോർ ദാൻ 50 മൂവീസ് ഐ ഗസ്, റൈറ്റ്? ഇഫ് ഐ എം നോട്ട് റോങ്. കഴിഞ്ഞു. ശരിയാ, 51, 52 ഇപ്പം നടക്കും. ദെൻ എന്തുകൊണ്ടാണ് ചേട്ടന് ഇവിടെ ആ ഒരു ഫെമിലിയർ തിങ് വരാത്തത്? എന്തുകൊണ്ടാണെന്ന് അറിയാവോ? ഒരു സിനിമാ നടൻ എന്ന നിലയില് ഞാൻ ആകെ ചെയ്യുന്നത് സിനിമയിൽ അഭിനയിക്കാൻ മാത്രമാണ്, വേറെ ഒന്നും ചെയ്യാറില്ല. പക്ഷെ അങ്ങനെ ഒരു വ്യക്തിയെ മലയാള സിനിമയിൽ കാണുന്നില്ല എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് തന്നെ തോന്നാം ഇയാളൊന്നും ചെയ്യുന്നില്ലെന്ന്. മനസ്സിലായില്ലേ? മലയാളികൾ കാണാത്ത സ്ഥിതിക്ക് അവരത് തന്നെ ചോദിക്കാറുള്ളൂ. ഇപ്പൊ എന്നെ കാണുകയാണെങ്കിൽ 100-ൽ 99 മലയാളി ചോദിക്കുന്നത് ഇപ്പൊ പണിയൊന്നുമില്ലേ എന്നാണ്. ഞാൻ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയാറുണ്ട്, ഒരു പണിയും ഇല്ല. അവർക്ക് സന്തോഷം. എനിക്കിനി അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. തെലുങ്കിൽ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഒന്നും പറയേണ്ട ആവശ്യമില്ല. അവർക്കൊരു സുഖം. പക്ഷെ നൗഡേയ്സ് OTT എല്ലാം ഭയങ്കര ഹൈപ്പായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. സോ ഏത് ലാംഗ്വേജും ആൾക്കാർ കാണാൻ റെഡിയാണ്. ബട്ട് സ്റ്റിൽ വൈ യു ആർ നോട്ട് ഗെറ്റിംഗ് ദാറ്റ് തിങ്? അതിലൊരു വ്യത്യാസം ഉണ്ട്. അതിൽ ഇപ്പം മലയാള സിനിമയാണെങ്കിൽ തന്നെ ഇറങ്ങുന്ന എത്ര എണ്ണം OTT വരുന്നുണ്ട്, ഇറങ്ങുന്ന എത്ര എണ്ണം ആൾക്കാർ കാണുന്നുണ്ട്. മലയാള സിനിമയിൽ ഇറങ്ങുന്ന ഒരു 10% സിനിമകൾ മാത്രമേ ബാക്കിയുള്ള ഭാഷകളിലെ ആൾക്കാർ കാണുന്നുള്ളൂ. ആ നല്ല ഭാഷ, നല്ല സിനിമകളെ കണ്ടിട്ടാണ് ആൾക്കാർ മലയാള സിനിമ ഭയങ്കരമാണെന്ന് പറയുന്നത്. ബട്ട് അതുപോലെ തന്നെ ബാക്കി ഭാഷകളിൽ ഇറങ്ങുന്ന പോലെ തന്നെ മോശമായ സിനിമകൾ മലയാളത്തിലും ഇറങ്ങുന്നുണ്ട്. അതാരും കാണുന്നില്ല. മനസ്സിലായോ? ആ സിനിമകൾ OTT എത്തുന്ന പോലുമില്ല. ഇനി OTT എത്തുന്നുണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും ആൾക്കാർ കാണാത്ത പ്ലാറ്റ്ഫോമുകളിലൊക്കെ എത്തുന്നത്. സോ അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഈ മലയാളം ഇൻഡസ്ട്രീനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. സോ അതിലൊരു ഫിലിം ഇൻഡസ്ട്രി ഞാൻ ആസ്കിങ് ലൈക്ക് മലയാളം ഇൻഡസ്ട്രിയിൽ ഇത് ശരിയല്ല എന്ന് തോന്നുന്ന എന്തെങ്കിലും ഇതുണ്ടോ? മൈനസ് പോയിന്റ് അബൌട്ട് മലയാളം ഇൻഡസ്ട്രി? എനിക്ക് ഒരു ഇൻഡസ്ട്രിയെ മാത്രമായിട്ട് മൈനസ് ആയിട്ട് പറയാൻ പറ്റത്തില്ല.
ഒരുമാതിരി എല്ലാ ഇൻഡസ്ട്രിയും ഒരുപോലെ തന്നെയാണ്. അവിടെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഗ്രൂപ്പുകൾ, അല്ലെങ്കിൽ ഡയറക്ടർ ആകാം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസ് ആകാം, അല്ലെങ്കിൽ കൂടെയുള്ള ആക്ടേഴ്സ് ആയി എന്തെങ്കിലുമൊക്കെ ചിലപ്പം ചിലത് എന്തെങ്കിലും മോശം കാണും. മനസ്സിലായോ? അങ്ങനെ ഒരു ഇൻഡസ്ട്രി ഇപ്പം മലയാളത്തിൽ മാത്രം ഇങ്ങനെയാണ്, തമിഴിൽ അങ്ങനെയാണ്, തെലുങ്കിൽ അങ്ങനെയാണ്, ഒന്നുമില്ല. പിന്നെ ഒരു വ്യത്യാസം എടുത്ത് പറയാനാണെങ്കിൽ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഒക്കെ ആണെങ്കിലും അവിടെ ആർട്ടിസ്റ്റുകൾക്ക് തരുന്ന റെസ്പെക്ട് ഒത്തിരി കൂടുതലാണ്. ആ ഒരു വ്യത്യാസം എടുത്ത് പറയാവുന്നതാണ്. അല്ലാതെ ഇപ്പൊ അതൊരു ഒരു 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 ചെറിയ കാര്യം മാത്രമാണ്. ഇപ്പൊ നമ്മൾ അവിടെ പോയി റെസ്പെക്ട് തരുന്ന ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു പോയി നമ്മൾ ആ ഒരു വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് കംഫർട്ട് ഇല്ലെങ്കിൽ ദർ ഇസ് നോ പോയിന്റ്. ഇവിടെ നമുക്ക് റെസ്പെക്ട് തന്നില്ലെങ്കിലും ഇപ്പൊ കൂട്ടുകാരാണ്, ഇപ്പൊ എനിക്ക് ഒരു ആക്ടർ എന്ന നിലയിൽ ഇംപ്രൊവൈസ് ചെയ്യാൻ എനിക്ക് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഐ എം മോർ ഹാപ്പി ദാറ്റ്. മനസ്സിലായി? അപ്പൊ ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ എടുത്ത് പറയാൻ പറ്റില്ല. ചേട്ടനപ്പോ തെലുങ്കുല്, മലയാളം, തമിഴ്, ഹിന്ദി എല്ലാ ഇതിലും വർക്ക് ചെയ്തിട്ടുണ്ട്, ലാംഗ്വേജസിലും. മോർ ദാൻ 4. അപ്പോ കന്നഡ ആൻഡ് ഇംഗ്ലീഷിൽ ഒരു മൂവി, അത് ഇംഗ്ലീഷ് മൂവി. ഓക്കെ ഓക്കെ. അപ്പൊ ഇതില് ഈ ഓരോ ഇതിലും ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ഏത് ലാംഗ്വേജിലായിരുന്നു? അത് തന്നെയാണ് ഞാനിപ്പോ നേരത്തെ പറഞ്ഞ സംഭവം, മുമ്പേ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം അത് തന്നെയാണ്. സെയിം ആസ് ദാറ്റ്. എല്ലാ ഭാഷയിലും എനിക്ക് കംഫോർട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്, എല്ലാ ഭാഷയിലും എനിക്ക് പ്രയാസം തോന്നി. ഇപ്പം മലയാളത്തിൽ ചില സിനിമകളിൽ എനിക്ക് വളരെ പ്രയാസമായിരുന്നു. ആ ഒരു, അതായത് അന്ന് ഡയറക്ടർ നമ്മളെ വളരെ മോശമായി കാണുന്നത് കൊണ്ട് എനിക്ക് ഓരോ ദിവസം പോകാൻ പോലും മടിയായിരുന്നു. പക്ഷെ അതേ സാധനം എനിക്ക് തമിഴിലും ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ മലയാളത്തിലും നല്ല ഓപ്ഷൻ, നല്ല മൂവീസ് അങ്ങനെ ആൾക്കാർ ഫ്രണ്ട്ലി ആയിട്ടും, അതായത് നമുക്ക് ഫ്രീഡം തരുന്ന പോലെ ഉണ്ടായിട്ടുണ്ട്. അത് ബാക്കി ഭാഷകളിലും ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന ഒരു ഇൻഡസ്ട്രിയിലെ അല്ല, ഇറ്റ്സ് ആൻ ഇൻഡിവിജ്വൽ ഓർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അവർ നമ്മളെ കംഫർട്ട് ആക്കും, ചിലപ്പോൾ ആക്കില്ല. ദാറ്റ്സ് ഇറ്റ്. മലയാളത്തിൽ നല്ല നല്ല മൂവീസ് കിട്ടുവാണെങ്കിൽ ചെയ്യുമോ? പിന്നെ അതിനല്ലേ എവറി ആക്ടർ വിൽ ഡു ദാറ്റ്. ഇപ്പൊ നമ്മൾ ബോംബെയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഓരോ ആക്ടേഴ്സും മലയാളത്തിൽ ചെയ്യാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ്. ബിക്കോസ് അവര് കാണുന്ന ഈ OTT-ൽ വരുന്ന നല്ല പടങ്ങൾ മാത്രം ഭയങ്കരമാണ്. ഇപ്പോൾ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ പടത്തിലാണ് ഞാൻ ഡെബ്യൂ ചെയ്തതെന്ന് പറയുമ്പോൾ എന്നോട് അസൂയുള്ള ആക്ടേഴ്സ്. അവര് വലിയ ആക്ടേഴ്സ് ആണ്, പക്ഷെ ലിജോ സാറിന്റെ പടം ഞാൻ ചെയ്തു ഡെബ്യൂ ചെയ്തതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് എന്നോട് അസൂയാണ്. അത്രയ്ക്ക് റെസ്പെക്ട് ആണ് അവർ ആ മനുഷ്യനൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ മലയാളത്തിൽ ഭീകര റെസ്പെക്ട് ഉള്ള ഒത്തിരി ആൾക്കാരുണ്ട്. ഈവൻ ഫഹദ് ഫാസിലിന്റെ പേര് പറയുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ബഹുമാനമാണ്. ലാസ്റ്റ് മൂവി ചെയ്തത് മലയക്കോട്ടായ വാലിബനാണ്. അല്ല, ലാസ്റ്റ് മലയാളം ഫിലിം. അപ്പൊ അത് എത്ര കാലം കഴിഞ്ഞിട്ടുള്ളൊരു ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്തത്? അതെനിക്ക് തോന്നുന്നു 2000 കോവിഡിന് ശേഷം പ്രോപ്പർ ആയിട്ട് ഷൂട്ട് ചെയ്ത്. അതിന് ഇടയ്ക്ക് ഞാൻ ഗസ്ട്രോൾ എന്തോ ഒരു ഹാഫ് എ ഡേ ഷൂട്ട് ഒരു കൂട്ടുകാരന്റെ പടത്തിൽ ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഹാർഡ്ലി 30 seconds or something, 1 minute. അത്രേ ഉള്ളൂ. അതൊരു ഗസ്റ്റ് അപ്പിയറൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഓൾമോസ്റ്റ് ഒരു 4 years കഴിഞ്ഞിട്ടാണ്, 2023 3 years കഴിഞ്ഞിട്ടാണ്, 3.5 years അങ്ങനെ കഴിഞ്ഞിട്ടാണ് മലയാളത്തിൽ ചെയ്തത്. ഇതിപ്പോ ഇറ്റ്സ് ലൈക്ക് ചേട്ടനെ അവര് കാണാത്ത പോലെ, ഇറ്റ്സ് ലൈക്ക് യു ആർ ലിറ്ററലി ഡിസപ്പിയർഡ് ഇൻ ദിസ് തിങ്. I have disappeared in Kerala, the state. Yeah, in the state. Yes. But it's like നമുക്ക് നമ്മുടെ ഓൺ മദർ ടങ്ങിൽ ഉള്ള ഒരു ഭാഷ മലയാളം, അതില് കുറച്ച് നല്ല മൂവീസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവത്തില്ലേ? എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതിന് വിഷമം എന്തെങ്കിലും ഉണ്ടോ? ലൈക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ? അങ്ങനെ നമ്മൾ വിഷമിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യത്തിലും വിഷമിക്കണം. ഇപ്പൊ ഞാൻ ഇരുന്ന് വിഷമിക്കാണ്, അയ്യോ എനിക്ക് മലയാളത്തിൽ ചെയ്യാൻ പറ്റിയില്ലല്ലോ. അത് കഴിഞ്ഞ് ഞാൻ വിഷമിക്കുക, അയ്യോ എനിക്ക് ആ പടത്തിൽ ചെയ്യാൻ പറ്റിയില്ലല്ലോ, അയ്യോ എനിക്ക് ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ വിഷമിക്കാനാ നേരെ കാണും. ഇറ്റ്സ് ബെറ്റർ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളിൽ സന്തോഷിക്കല്ലേ ഏറ്റവും നല്ലത്. When you have something, you should be I'm happy. thankful to God that He is giving me movies. At least I have this. I have movies. അതിന് ഞാൻ thankful ആണ്. Rather than thinking that I'm not getting it, I'm brooding. That doesn't work like that. Yeah. So you have literally ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉള്ളത്. സോ ഈ മലയാളം ഇൻഡസ്ട്രി അല്ലെങ്കിൽ വേറെ ഇൻഡസ്ട്രി ഞാൻ ചോദിക്കുന്നില്ല, മലയാളം ഇൻഡസ്ട്രിയിലുള്ള ഒരു ബെസ്റ്റ് ബഡീസ് ആരൊക്കെയാണ്? അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ ഓരോ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ പ്രസന്റ്ലി കണക്ഷൻ സൈജുവിനോടുണ്ട്, ബാലയോടുണ്ട്. കല്യാണത്തിന് പോയിണ്ടായിരുന്നോ? ബാലയുടെ കാര്യം പറഞ്ഞപ്പോ ഇല്ല, ബാല ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. പക്ഷെ വിളിച്ചിരുന്നു അദ്ദേഹം. ബാല ഞാൻ മലയാള സിനിമയിൽ കണ്ടിട്ടുള്ള ഏറ്റവും ശുദ്ധനായ ഒരു മനുഷ്യനാണ്. എല്ലാവരും ട്രോളുന്ന ഒരു വ്യക്തിയാണ്, പക്ഷെ പ്രശ്നമല്ലല്ലോ. ആ മനുഷ്യൻ അത്രയ്ക്ക് ശുദ്ധനായ മനുഷ്യനാണ്. ട്രോളി കഴിഞ്ഞാലും പുള്ളി അതൊരു പ്രശ്നമായിട്ട് എടുക്കത്തില്ല.
നിങ്ങൾ നല്ല പരിചയമുള്ള ഒരു ഇതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. യു ഹാവ് ലൈക്ക് ദാറ്റ്. എപ്പോഴും വിളിക്കാറുണ്ട്. റിയലി വിളിക്കാറുണ്ട്. പുള്ളി തന്നെ രാജീവ് സുഖം തന്നെ അല്ല എപ്പോഴും വിളിക്കും. ഡു യു ഹാവ് എനി സ്പെഷ്യൽ തിങ്സ് ടു സേ അബൌട്ട് ഹിം? ലൈക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഡു യു ഹാവ് എനി വൺ സ്റ്റോറി, എന്തെങ്കിലും വിച്ച് ഈസ് ലൈക്ക് ഓഡിയൻസിന് കേൾക്കുമ്പോൾ ഇറ്റ് വിൽ ബി ലൈക്ക് ഓ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ? എന്റെ ഫോൺ തരാം, ഞാൻ ബാലെ ഒന്ന് വിളിച്ചു ചോദിച്ചിട്ട് അത് പറയാമോന്ന് ചോദിക്കാനാ. ഒരു നിമിഷം ഞാൻ ബാലെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. നമുക്ക് ബാലചേട്ടനെ നേരിട്ട് വിളിച്ചു നോക്കാം. ബാല എടുക്കുമോ നോക്കാം ആദ്യം, അല്ല എടുത്തില്ലെങ്കിൽ ഞാനത് പറയാം. ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, ചിലപ്പം യു മൈറ്റ് ഫൈൻഡ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. എടുക്കുന്നില്ല. ബാല ഞാനൊരു ഇന്റർവ്യൂവിൽ ഇരിക്കാം. ബാല, ഞാൻ അണ്ണാത്തയില് ബാല എനിക്ക് വേണ്ടി ശിവസാറിനോട് സംസാരിച്ച് ഞാൻ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞോട്ടെ? ഓക്കെ ശരി ശരി, ഞാൻ വിളിക്കാം. ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം, പറഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ, വിത്ത് ബാലാസ് പെർമിഷൻ ആണ്. അപ്പൊ പിന്നെ എനിക്ക് പറയാലോ, മുൻകൂർ ജാമ്യം എടുത്തു. ബാല ഞാൻ പറഞ്ഞ പോലെ ഒരു വലിയ സഹായിയാണ്. പുള്ളിയുടെ സുഹൃത്തുക്കളോ പുള്ളിക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ പുള്ളി ഔട്ട് ഓഫ് ദ വേ പോയി അങ്ങ് സഹായിക്കും. അപ്പം രജനീകാന്ത് സാറിന്റെ പടം ബാലയുടെ ചേട്ടൻ ശിവ സാർ സംവിധാനം ചെയ്യാണ്. അപ്പൊ അത് അനൗൺസ് ചെയ്തു. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് പടമൊക്കെ തുടങ്ങത്തുള്ളൂ. അണ്ണാത്തെ ഓക്കെ, അത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ രാത്രിയെ ബാല വിളിക്കും. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്, പുള്ളി രാത്രിയെ വിളിക്കാറുള്ളൂ. ഒരു ദിവസം വിളിച്ചിട്ട്, ராஜீவ் உங்களுக்கு ரஜினிகாந்த் சார் தெரியுமா? ഞാൻ പറഞ്ഞു എല്ലാവർക്കും അറിയാമല്ലോ ரஜினிகாந்த் சார், யாருக்கும் അറിയാത്ത? പുള്ളി உங்களுக்கு தெரியாது, അവര് വന്ന് കടവുൾ മാതിരി. ഞാൻ പറഞ്ഞു എല്ലാവർക്കും അറിയാൻ പാല. അത് കഴിഞ്ഞ് പുള്ളി രജനികാന്ത് സാറിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് അതിനുശേഷം രാജീവ് ശിവ വന്ന്, ശിവ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അറിയാം, ശിവ ബ്രദറിനെ പറയുന്നത്. ശിവ വന്ന് സാർ രജനി സാർ പടം பண்ண போறேன் അണ്ണാത്തെ. അപ്പൊ എനിക്ക് അറിയത്തില്ല, അത് അനൗൺസ് ചെയ്തത്. അതിലൊരു മെയിൻ വില്ലൻ இருக்கு, நீங்க தான் நோன்னு சொல்லக்கூடாது, என்னோட நோன்னு சொல்லக்கூடாது. അതെ, நோன்னு சொல்லக்கூடாது, நீங்க தான் അത് பண்ணோம். ഞാൻ പറഞ്ഞു അതിനെന്താ പോലെ ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറെ ചിലപ്പോ ഒരു മാസം അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ടോപ്പിക്ക് വീണ്ടും വരിക. രാജീവ് ഉനക്ക് ஞாபகம் இருக்கா? ஏதா பல குறை காரியங்களும் பார்க்கணும்டല്ലോ. അല്ല അത് ശിവ പടം അണ്ണാത്തെ രജനികാന്ത് സാർ. ഓഫ് കോഴ്സ് உங்களுக்கு രജനികാന്ത് സാറെ தெரியுமா? അപ്പൊ വീണ്ടും രജനികാന്ത് സാറിനെ പറ്റി ബിൽഡപ്പ് ഉണ്ട്. അതിനുശേഷം அந்த படம் சிவாய் கிட்ட பேசியாச்சு. ஆனா ராஜீவ் மெயின் வில்லன் வந்து வேற யாருடைய பேரு வருது பண்ண போறேன், ஆனா நெக்ஸ்ட் வில்லன் இருக்கு, அது நீங்க தான். ഓക്കെ, മെയിൻ വില്ലനിന്ന് അടുത്ത വില്ലനായി. അതും നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യമല്ലേ. ഓക്കെ ബാല, പിന്നെ ഇങ്ങനത്തെ സ്ഥിരം വരാറുള്ളതുകൊണ്ട് ഞാൻ അധികം കൊടുക്കാറില്ല. ഓക്കെ ബാല എന്ന് പറഞ്ഞിട്ട് വിട്ടു. അത് കഴിഞ്ഞ് പിന്നെയും മാസങ്ങൾ കഴിഞ്ഞു. അതിനുശേഷം ராஜீவ் ரஜினிகாந்த் சார் படத்துல ஒரு கேரக்டர் பண்ண എന്ന് പറഞ്ഞ എന്താണെന്ന് അറിയാൻ പോകും. ഞാൻ പറഞ്ഞു അറിയാൻ പാല, രജനികാന്ത് സാർ പടമല്ലേ. இந்த படத்துல அண்ணாத்த படத்துல சிவா கிட்ட ഞാൻ பேசியாச்சு, ஆனா ஒரு சூப்பர் கேரக்டர் இருக்கு உங்களுக்கு. വില്ല മാറി വേറെ വില്ലനായി, ക്യാരക്ടറായി. അത് ശരി പാല. ആ കോൺവെർസേഷൻ കഴിഞ്ഞു. പിന്നെയും കുറെ നാൾ കഴിഞ്ഞു. അതിനുശേഷം ராஜீவ் ഫോണിൽ ഇരിക്കുങ്ക എന്ന് പറഞ്ഞിട്ട് കോൺഫറൻസ് ഇട്ടിട്ട് ശിവസാറിനെ വിളിച്ചു. രാത്രി 1:30 അപ്പൊ പുള്ളിക്കാരൻ ഫോൺ എടുത്തില്ല. സൊല്ലടാ, പുള്ളി ഉറങ്ങിയിട്ടിരിക്കുക. അപ്പൊ പുള്ളിക്കാരൻ ബാല എടേ ശിവ, മൂത്തതാണ്, നമ്മളൊക്കെ സാറിനെ വിളിക്കുന്ന. എടേ ശിവ, நான் அன்னைக்கு சொல்லல ராஜீவ் என் ஃப்ரெண்டு, அவருக்கு அந்த கேரக்டர் அவர் தான் பண்ணலாம். அப்ப புள்ளிக்காரன் சரி வச்சு. ஆனா இன்னொரு விஷயம், മമ്മൂട്ടി സാർക്ക്, മമ്മൂട്ടി സാറാ ചാടി കെട്ടിട്ട് ഫോണിലോട്ടെന്ന് പറഞ്ഞു, മമ്മൂട്ടി സാർ എങ്ക അല്ല, இந்த ஆள் வந்து அப்ப வேற யாராட்டு பாலையோட கூட இருப்புണ്ട്.
മലയാള സീരിയലിലെ മമ്മൂട്ടി മാതിരി ആഹാ. അവർക്ക് വേഷം കൊടുക്കണമെന്ന്. അപ്പൊ വീണ്ടും ശിവസാർ കിടന്നു. അത് കഴിഞ്ഞിട്ട് ഇതും ആൾക്കാരെ സഹായിക്കുന്നതാണ്, പുള്ളിയുടെ നല്ല മനസ്സാണ്. ബേസിക്കലി ആരാണ്ട് ഇരിപ്പുണ്ട് അവർക്ക് കൂടെ വേഷം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് രാജീവ് അല്ല ഓക്കെ ഇപ്പൊ ശിവയോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാം ശരി, ഒരു വേഷം നീ ചെയ്യുന്നു. അത് കഴിഞ്ഞു. അണ്ണാത്തയുടെ ഷൂട്ട് നടക്കുന്നു, അണ്ണാത്തെ കഴിയുന്നു, ഷൂട്ട് കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്നെ വിളിച്ചു വേറെ ദിവസം, രാജീവ് കൺഗ്രാറ്റുലേഷൻസ്. എന്തിനാ അണ്ണാത്തെ റിലീസ് ആവുമ്പോ അതിൽ എനിക്കെന്തിനാ കൺഗ്രാറ്റുലേഷൻ? അല്ല നിന്നെ അന്ന് ഡിസൈഡ് ചെയ്തല്ലേ ചെയ്യുമോ, എനിക്കെന്തിനാ കൺഗ്രാറ്റുലേഷൻസ് പറയുന്നത്? അല്ല നിന്നെ അന്ന് പറഞ്ഞിരുന്നല്ലോ നീ ചെയ്യുന്നത്, അത് ഞാൻ ചെയ്യുന്നില്ല എന്തൊക്കെ പറഞ്ഞാലും കൺഗ്രാറ്റുലേഷൻ. അത് കഴിഞ്ഞു, അല്ലാത്ത ഇറങ്ങി കഴിഞ്ഞു. അതും കഴിഞ്ഞ് വീണ്ടും വിളിച്ചു കുറെ ദിവസം, വീണ്ടും വിളിച്ചു കുറെ ദിവസം കഴിഞ്ഞു. രാജീവ് കൺഗ്രാറ്റുലേഷൻസ്, ഇനി എന്തിനാ പാല അണ്ണാത്തെ 50 ദിവസം ഓടിയല്ല. അതിനെന്നോട് എന്തിനാ പറയുന്നത്? ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് ബാലയുടെ. അപ്പൊ രാജീവേട്ടൻ അക്കാഡമിക്സിലൊക്കെ ഭയങ്കര ബെസ്റ്റ് ആയിരുന്നു കേട്ടിട്ടുണ്ട്. ഭയങ്കര ബെസ്റ്റ് ഒന്നുമല്ല, എന്റെ അമ്മ ടീച്ചറായിരുന്നു, സ്വാഭാവികമായിട്ട് അതിലേക്കാണ് ഞാൻ വരുന്നുണ്ടായിരുന്നത്. അമ്മ ടീച്ചർ ആയതുകൊണ്ട് മാൻഡറ്ററി ആയിട്ട് അങ്ങനെ ആവേണ്ടി വന്നതാണോ, അത് ആക്ച്വലി യു വാണ്ട് ടു സ്റ്റഡി, യു വർ ഗുഡ് അറ്റ് സ്റ്റഡീസ്, ആ രീതിയിലാണോ? അങ്ങനെ എല്ലാം കൂടെ മിക്സ് ആയതുകൊണ്ടായിരിക്കാം അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പരീക്ഷയുടെ സമയത്ത് പഠിക്കത്തുള്ളൂ, ബാക്കിയെല്ലാം പറ്റിക്കലായിരുന്നു. എല്ലാരും ചെയ്യുന്നു, എല്ലാരും ചെയ്യുന്നു. തലേ ദിവസം ആയിരിക്കത്തില്ല, ചിലപ്പോ 2 ദിവസം കാണും. എന്നെ പോലെയല്ല. ഓക്കെ, സോ ഏതിലായിരുന്നു ഗ്രാജുവേഷൻ? സാൻസ്ക്രിറ്റ് സംതിങ് റൈറ്റ്? ഇല്ല, എന്റെ ഗ്രാജുവേഷൻ ഡെന്റിസ്ട്രി ആണ്, ഞാൻ ബെഡ് ഡെന്റിസ്റ്റ് ആണ്. യാ, യു ആർ എ ഡെന്റിസ്റ്റ്. യെസ്. പക്ഷേ യുവർ മോം വാസ് അമ്മ സാൻസ്ക്രിറ്റ് ടീച്ചർ, റിട്ടയർഡ് ആണ്. സോ ചേട്ടൻ അതിലേക്ക് ഫെമിലിയർ ആയിരിക്കില്ലേ ഈ സാൻസ്ക്രിറ്റ് ആ സംഭവങ്ങൾ? ഇപ്പൊ സംസ്കൃതം ചോദിക്കാനാണോ പഠിച്ചാണ്? സംസ്കൃതം എനിക്കറിയില്ല, പക്ഷേ ബാക്കിയെല്ലാം അറിയാം. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, തമിഴ്, തുളു നോ അറിയാം. പ്രൊമോഷൻ അവിടെ നിന്നൊക്കെ. അപ്പം സാൻസ്ക്രിറ്റിനോടൊരു ഇത് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരു ഫേവറേറ്റ്? ഭയങ്കര ഇഷ്ടമാണ്. വൈ? അതെനിക്ക് ആ ഭാഷ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സംസ്കൃതത്തിൽ കൂടുതലും ശ്ലോകംസ് ഒക്കെ ആണല്ലോ ഉണ്ടാവുക. ശ്ലോകം മാത്രമല്ല, സംസ്കൃതത്തില് ഓരോ വാക്യം ഓരോ അക്ഷരത്തിന് അർത്ഥം കാണും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പൊ പ, ഫ, ഫ എന്നൊക്കെ പറയുന്നതിന് നിങ്ങൾ അർത്ഥങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന് തന്നെ അർത്ഥങ്ങൾ കാണും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ആര്യഭട്ടീയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങളില്ല, ഭാസ്കരീയം, ഇതൊക്കെ വളരെ ചെറിയ ചെറിയ പുസ്തകങ്ങളാണ്, വളരെ ചെറിയ പുസ്തകങ്ങൾ, ചിലപ്പോൾ എല്ലാം 100 ശ്ലോകം അങ്ങനെയൊക്കെ കാണത്തുള്ളൂ. പക്ഷെ അതിൻ്റെ അർത്ഥങ്ങൾ വരുമ്പോഴാണ് ഇത്രയും വലിയ വോള്യങ്ങളാവും. മനസ്സിലായി? അതുപോലത്തെ ലാംഗ്വേജ് ആണ് സാൻസ്ക്രിറ്റ്. ബുക്സ് വായിക്കുന്ന ശീലമുണ്ടോ? അതുകൊണ്ട് അതും അമ്മ ഇൻസ്റ്റിൽ ചെയ്ത ശീലം. നല്ല കാര്യങ്ങളൊക്കെ ബാക്കി മോശമുള്ള എൻ്റെ തന്നെ. സോ ബുക്ക് വായിക്കുന്ന ഒരാളായതുകൊണ്ട് ഏതെങ്കിലും ഒരു നല്ല ബുക്സ് വിച്ച് ഈസ് യുവർ ഫേവറേറ്റ്? എനിക്ക് ചേതൻ ഭാഗത്ത് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ബുക്കും ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇഷ്ടമുള്ള ഇന്ത്യ പറ്റി വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിത്തിങ് റിലേറ്റഡ് ടു ഇന്ത്യ, ഹിസ്റ്ററി ആൻഡ് ഓൾ ദ ഹിസ്റ്റോറിയൻസ്. You're into cultural stuff and all that stuff. I wouldn't say cultural as such. Okay. All stuff. Yeah. പിന്നെ കുറെ ഹിസ്റ്റോറിയൻസിന്റെ ബുക്കുകൾ ഞാൻ കുറെ വായിക്കും. I love history. കൂടുതലും വായിക്കാറ്. Not like genre wise അല്ല. If എന്തെങ്കിലും തപ്പിയെടുത്ത് പോകണമെങ്കിൽ it has to be detective or history. അഡ്വഞ്ചറസ്. നമുക്ക് എല്ലാവർക്കും ചോദിക്കാൻ താല്പര്യമുള്ള ഒരു ക്വസ്റ്റ്യൻ അത്. അതെനിക്കറിയാം, കല്യാണം കഴിക്കുന്നില്ലെന്നല്ലേ? നോ, നോ വൺ. അത് ചോദിക്കും. പക്ഷെ അടുത്തത് ബോഡി. ഈ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ എത്ര കഷ്ടപ്പെടുന്നുണ്ട് സീരിയസ്ലി? ഇത് മെയിൻ്റനൻസ് എന്ന് പറയുന്ന സാധനം ആദ്യത്തെ കുറച്ച് നാളത്തെ കഷ്ടപ്പാടേ ഉള്ളൂ, പിന്നെ അതൊരു ശീലമാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് വയലിൽ ഫാറ്റ് വന്നു എന്ന് വെച്ചു. എന്നെ സംബന്ധിച്ച് എനിക്ക് വട്ടാണ്. ഫാറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ രാത്രി എണ്ണീറ്റ് കണ്ണാടിയുടെ മുന്നിൽ പോയിരുന്നിട്ട് ഇതിങ്ങനെ വലിച്ചൊക്കെ നോക്കും, എന്നിട്ട് എൻ്റെ ഉറക്കം നഷ്ടപ്പെടും. ബോഡി അതിലും ഭേദം ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതല്ലേ.
സോ ആ ലെവലിലോട്ട് എത്തി. ഞാൻ മാത്രമല്ല, അങ്ങനെ ഒത്തിരി മനുഷ്യരുണ്ട്. ആ ലെവലിലോട്ട് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി. ഇപ്പൊ ചില മൂവീസിലൊക്കെ ചേട്ടൻ ഭയങ്കര ലീൻ ആൻഡ് സ്ലിം ആയിരുന്നു. ലീൻ ആൻഡ് സ്ലിം എന്ന് പറയുമ്പോഴും ഫാറ്റ് പെർസെന്റേജ് എന്ന് പറയുന്നത് രണ്ടാണ്. But it's like bulking up, na? Bulking up the muscle mass. Yeah. Yeah. When you're lean, again your fat percentage remains the same. Okay. It's not that I have put on fat over the muscles. Muscles, okay. Got it. My muscles will grow and I will lose my muscles. അത് ഭയങ്കര ഒരു ഈസി പ്രോസസ്സാണ്. ഉണ്ടാക്കുന്നതിനെക്കാട്ടി ലൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. വളരെ വളരെ എളുപ്പമാണ്. മസിൽസ് അങ്ങനെ കറക്റ്റ് നമ്മൾ പ്രോട്ടീൻ കൊടുത്തിട്ട് എക്സസൈസ് ചെയ്തില്ലെങ്കിൽ യു വിൽ ലൂസ് ഇറ്റ് എനി ഡേ. അതുകൊണ്ടാണ് പലരെയും നിങ്ങൾ ഈ ഫാറ്റ് ടു ഫിറ്റ് വീഡിയോ കഴിഞ്ഞതിന് ശേഷം അവർ പിന്നെ എല്ലാ മാസവും പോസ്റ്റ് ചെയ്യാത്തത്. Have you seen somebody putting a fat to fit video? No, അത് കഴിഞ്ഞിട്ട് they don't keep it. They won't do it because അത് അത്ര ഡിഫിക്കൽട്ട് പ്രോസസ് ആണ് മെയിൻ്റനൻസ്. Most of them, whoever is putting, they will develop a layer of fat in the belly first, in the obliques, and അതെല്ലാം വരും അവർക്ക്. അത് അവർ ഇടത്തില്ല. സോ ദാറ്റ് ഈസ് എ റോങ് മെസ്സേജ്. വളരെ റോങ് ആയിട്ടുള്ളൊരു മെസ്സേജാണ് ആൾക്കാർക്ക് കൊടുക്കുന്നത്. അവരുടെ വിചാരം ഇത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്ന. യു വോണ്ട്. You should maintain it. That is the difficult part. And to reach that, നിങ്ങൾ ചിലപ്പോൾ 2 വർഷം എടുത്ത് കഷ്ടപ്പെട്ടാൽ മാത്രം മതി. ബാക്കിയുള്ള വർഷങ്ങൾ അങ്ങനെ പൊക്കോളും. മനസ്സിലായോ? The moment you go out of it, something will stop you from, your brain will be saying don't do that, and നിങ്ങൾക്ക് തന്നെ ഒരു ഉറക്കം നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അതുകൊണ്ട് you will go back to your normal. Yeah, exactly. സോ ഇത്രയും നല്ല ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരില്ലേ? ഫുഡ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. ആ ഫുഡിന്റെ കാര്യം അത് തന്നെ അത് കുറച്ചാൾ കഴിഞ്ഞാൽ ശീലമാണ്. ആദ്യത്തെ വ്യത്യാസമുള്ളൂ. It's a habit. 100% it's a habit. What's your comfort food? My comfort food? Yeah. There is a difference between the comfort food and the food I like. Yeah. Okay. So I'm comfortable with egg whites, boiled chicken, salads, lot of water. I'm comfortable with that. Okay. അതൊക്കെ കഴിച്ചാൽ നമുക്ക് ഈ രീതിയിലൊക്കെ ബോഡി മെയിൻറ്റെയിൻ 100% good. 100%. You get everything. You You get don't all eat your nutrients. anything which is like fried or No, I don't like all those things. എനിക്ക് ദോശ, ഇഡലി, ചപ്പാത്തി, മുട്ട അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. എനിക്ക് ആകെ ഇഷ്ടമുള്ള കാര്യം ഞാൻ പറയാം. ഇഷ്ടമുള്ളത് എനിക്ക് മധുരമാണ്. okay, sweet. മധുരത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. But you reach a stage that you will start counting the grams you are eating, the calories you are eating, and how much you can burn in how much time, what exercise you have to do to burn it. So അത് കഴിച്ചതിന് ശേഷം നമ്മൾ അങ്ങനെ മാക്രോസ് കൗണ്ട് ചെയ്ത് നമ്മൾ ബേൺ ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും. എനിക്ക് ആകെ ഇഷ്ടമുള്ള സാധനം മധുരമാണ്. എനിക്ക് ആകെ പ്രോപ്പർ മനസ്സിലാവുന്ന രുചിയും മധുരമാണ്. ബാക്കി ആൾക്കാർ കഴിച്ചിട്ട് ഭയങ്കര രുചിയാണെന്നൊക്കെ ബാക്കി ഫുഡിനെ പറ്റി പറയുന്നില്ല. അതെനിക്ക് മനസ്സിലാകാറില്ല. ഇപ്പോൾ ഓരോരുത്തരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ടുണ്ടെന്ന് പറയും. പക്ഷേ എനിക്കറിയില്ല അത് എന്താണ് ആ രുചി എന്ന് എനിക്ക് മനസ്സിലാകത്തില്ല. അതൊരു പക്ഷേ എൻ്റെ ടേസ്റ്റ് ബഡ്സ് പ്രശ്നമാകാം. ബട്ട് ഒരാളോട് അതെങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഓരോ ആൾക്കാരുടെ ശീലം. നമ്മൾ നെക്സ്റ്റിനൊരു ഗെയിം സെഗ്മെന്റിലേക്കാണ് പോണേ. ഗെയിംസ്? ഇറ്റ്സ് ഈസി, ലൈക്ക് യെസ് ഓർ നോ, ബട്ട് എക്സ്പ്ലനേഷൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം, ചോദിക്കുവാണെങ്കിൽ. There will be some stupid questions, so please bear with that, okay? Okay, so I will ask you a question. ഇങ്ങനെ ചെയ്തിട്ടില്ല, you just have to say yes or no. So the first question is, എന്നെ ഇതുവരെ ആയിട്ടും പോലീസ് പിടിച്ചിട്ടില്ല? പിടിച്ചിട്ടുണ്ട്. റിയലി? പിടിച്ചിട്ടുണ്ട്. എന്തിന്? ആക്സിഡന്റ് കേസിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ കോളേജിൽ വെച്ചിട്ട് അടി ഉണ്ടാക്കിയപ്പോൾ പിടിച്ചിട്ടുണ്ട്. അടി ഉണ്ടാക്കി? കോളേജ് ലൈഫ്. ദേഷ്യത്തിൽ ആരെയും പിടിച്ചിടിച്ചിട്ടില്ല? ഉണ്ട്, ഇഷ്ടം പോലെ അല്ല, ഇടിച്ചിട്ടുണ്ട്. early part of my life. അയ്യോ. ഓക്കെ, മതില് ചാടി ലവറിനെ കാണാൻ പോയിട്ടില്ല? മതിൽ ചാടിയിട്ടില്ല, പക്ഷെ വീട്ടിൽ പോയിട്ടുണ്ടെന്ന് പറയാൻ വരുന്നത്. ഇല്ല, മതില് പലപ്പോഴും ചാടിയിട്ടുണ്ട്, അത് പക്ഷെ ലവറിനെ കാണാൻ മതില് ചാടും. പണ്ടൊക്കെ നമ്മളെ വീട്ടിൽ കളിക്കാനൊന്നും വിടത്തില്ലായിരുന്നു. ഭയങ്കര അതുപോലെ തന്നെ. അപ്പൊ മതില് ചാടിയാണ് എന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഓരോ ഗ്രൗണ്ടുകളിലൊക്കെ ചെല്ലുമ്പോ അതിന് പ്രോപ്പർ അങ്ങോട്ട് നടക്കാൻ പോലും സ്ഥലമില്ല. ഈ ടെന്നീസ് ബോളിലൊക്കെ കളിക്കാൻ പോകുമ്പോഴേ നമ്മൾ പലപ്പോഴും മതിലൊക്കെ ചാടിയിട്ടാണ് അവിടെ ചെല്ലുന്നത്. തെങ്ങും തോപ്പിലൊക്കെ ആയിരിക്കും കളിക്കാൻ മുമ്പ് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ക്രിക്കറ്റിൽ ബെസ്റ്റ് ആണല്ലേ? ഇപ്പൊ നമ്മള് ക്രിക്കറ്റ് അല്ലല്ലോ ഞാൻ പറഞ്ഞു. ഞാൻ ക്രിക്കറ്റ് പറഞ്ഞു.
യു ഡു പ്ലേ ദാറ്റ് റൈറ്റ്? ലീഗിൽ കളിച്ചിട്ടുണ്ടായിരുന്നില്ലേ സെലിബ്രിറ്റീസിന്റെ? ക്രിക്കറ്റ് അല്ല, ഫുട്ബോൾ ആയിരിക്കും. Football, yeah, sorry, my mistake. So you like sports? Yeah, I love sports. You are into sports? Yeah. Oh, your favorite game is soccer? I mean football? കുറേ ഉണ്ട്. പിന്നെ ബാഡ്മിന്റൺ, പിന്നെ പണ്ട് ഒരു കളി ഉണ്ടായിരുന്നു കല്ലുകൊത്തെന്ന് പറഞ്ഞു. എറിഞ്ഞ് അതാണോ? അതല്ല, വേറെ കളി. ഐ ലവ് ദാറ്റ്. പിന്നെ നാടൻ പന്ത് കളി എന്ന് പറഞ്ഞൊരു കളിയുണ്ട്. ഓക്കെ. പിന്നെ കുറേ ഉണ്ട്. പിന്നെ വട്ട് കളി അറിയാം, ഞങ്ങളുടെ അവിടെ വട്ടെന്ന് പറയും. മറ്റേ ഗോലി. ഓക്കെ, ഞാൻ കളിച്ചിട്ടില്ല, അമ്മ പറയാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ആക്ട്രസിനോടും ക്രഷ് തോന്നിയിട്ടില്ല? ഇഷ്ടം പോലെ തോന്നിയിട്ടുണ്ട്. ആരെങ്കിലും പേര് പറയാൻ പറ്റും? പേര് പറയുന്നത് ശരിയല്ല. ക്രഷ് ഇല്ലേ? ക്രഷ് ഓൺ രാജീവ് പിള്ളൈ സർ. അങ്ങനെ പറയാലോ, ഇറ്റ്സ് ജസ്റ്റ് എ ക്രഷ്. പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു. അല്ല, അങ്ങനെ പറയാലോ. അല്ല, അങ്ങനെയാണ് എന്റെ ആദ്യത്തെ ക്രഷ് ശോഭന മാം. ആഹാ, വിടമാട്ടെ. എന്റെ കല്യാണം ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടില്ല. കാണണം, ഈ പ്രായമൊക്കെ ആയില്ലേ? എന്റെ അല്ല, ചേട്ടന്റെ. ചേട്ടൻ സ്വപ്നത്തില് നമ്മുടെ നന്ദനം സിനിമയില്. ഇല്ല, അത് സത്യമാണ്, ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, കല്യാണം സ്വപ്നത്തിൽ കണ്ടിട്ടില്ല. ഓക്കെ. അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് ക്യാഷ് അടിച്ച് മാറ്റിയിട്ടില്ല? ഉറപ്പായിട്ടും ഇഷ്ടം പോലെ. ഞാനും. ഷൂട്ടിങ്ങിന് പോവാൻ മടിയായിട്ട് നുണ പറഞ്ഞു പോകാതിരുന്നിട്ടില്ല? ഇല്ല, എവറി ടൈം ഐ ഗോ. എത്ര പ്രശ്നം ഉണ്ടെങ്കിലും മടിയാവില്ല, ഞാൻ ലേറ്റ് ആകത്തില്ല. ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കൊതുക് കടിക്കുമ്പോ അതിന്റെ വയറ് നിറയുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് കൊന്നിട്ടില്ല? അങ്ങനെ ഇല്ല, സാധാരണ കടി കിട്ടുമ്പോ തന്നെ കൊല്ലും. അപ്പൊ ഗെയിംസ് അത്രേ ഉള്ളൂ, ഫൺ സെഗ്മെന്റ്സ്. സോ സ്പോർട്സ് ആൻഡ് ഗെയിംസിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ലൈക്ക് യു ആർ ഇൻടു ഫുട്ബോൾ, റൈറ്റ്? യു പ്ലേ ഫുട്ബോൾ. Everyone plays football like that. I also play football. Just like that? I've played when I was in college and all. Good. കോളേജിൽ ഇങ്ങനെ സ്പോർട്സ് കോട്ട ആ സംഭവം എന്തെങ്കിലാണോ? അല്ല, സ്പോർട്സ് കോട്ട അല്ല, പഠിച്ചു കയറിയ കോട്ടയാണ്. അങ്ങനെ ബാക്കിയുള്ളവര് ഇല്ലാത്തോണ്ടൊക്കെ കയറി പോയി. So normally you are familiar with casting couch and all that, right? You know what that is? I am familiar with in the sense like I'm not asking. Did I go through casting couch? In the sense like രാജീവ് ഇങ്ങനത്തെ ചോദ്യം ചോദിക്കാന്ന് പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. You never asked me, you never told me yesterday ഇങ്ങനത്തെ ചോദ്യം ചോദിക്കുന്നു. No, I didn't ask. No, you said that did I go through casting couch? അങ്ങനെ പറഞ്ഞു താങ്കൾ. I didn't mean that. ഞാൻ രണ്ടാമതും ചോദിച്ചു, അപ്പൊ താങ്കൾ വ്യക്തമായിട്ട് പറഞ്ഞു ഞാൻ കാസ്റ്റിംഗ് കൗച്ചിലോട്ട് പോയിട്ടുണ്ട്. No, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ താങ്കളുടെ ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ടാണ് വന്നത്, ഇങ്ങനെ ചോദിക്കാനല്ല ഞാൻ വന്നത്. അതല്ല ഉദ്ദേശിച്ചത്. ഇല്ല, ഞാൻ രണ്ടാമത് ചോദിച്ചു. സോറി, ഐ ആം സോ സോറി അബൌട്ട് ദാറ്റ്. ഐ ഡിഡ്ന്റ് മീൻ ഇൻ ദാറ്റ് വേ. ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ കാസ്റ്റിംഗ് കൗച്ചിലൂടെ ചേട്ടൻ പോയിട്ടുണ്ടോന്നല്ല. ഇല്ല, ആ ചോദ്യം ബാക്കി എന്താന്ന് വെച്ചാൽ ചോദിച്ചോളൂ, ആ പെർട്ടിക്കുലർ ചോദ്യമേ. അത് താങ്കൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞോളൂ. അതെന്താണ് ചോദിക്കാൻ വന്നത്? സംതിങ് എൽസ് യു വാണ്ടഡ് ടു ആസ്ക്, റൈറ്റ്? അങ്ങനെയല്ല പറഞ്ഞത്, അത് ചോദിച്ചോളൂ, ഇതല്ലാതെ. സോ അഡ്ജസ്റ്റ്മെന്റ് ദോസ് കൈൻഡ് ഓഫ് സ്റ്റഫ് അറിയില്ലേ ഇതിനെ കുറിച്ചൊക്കെ? Yeah, I know that. Okay. I know about it. അപ്പോൾ mostly we say it's like girls go through that, ladies go through that in this industry, like movie industry. അത് ഒരു തെറ്റായ ധാരണയാണ്. കാരണം that's what I was trying to പെണ്ണുങ്ങൾ മാത്രമല്ല, just because you are in Kerala you are asking me this. You go out in Mumbai, you will find out that ആണുങ്ങളെ പോലെ തന്നെ പെണ്ണുങ്ങളെ പോലെ തന്നെ അത്രയും തന്നെയാണ് ആണുങ്ങൾ ഇതിൽ കൂടെ കടന്നു പോകുന്നത്. മനസ്സിലായോ? ഇനി നിങ്ങളൊരു മോഡലിംഗ് ഇൻഡസ്ട്രിയിലാണെങ്കിൽ പെണ്ണുങ്ങൾ കുറവും ആണുങ്ങൾ കൂടുതലുമാണ് ഇതിൽ കടന്നു വന്നത്. ബട്ട് ഇൻ മൂവി ഇൻഡസ്ട്രി ആണുങ്ങളും പെണ്ണുങ്ങളും ഓൾമോസ്റ്റ് ഒരേപോലെ ആയിരിക്കും ഔട്ട്സൈഡ്, നോട്ട് ഇൻ കേരള. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് കേരള ഇൻഡസ്ട്രി. ഔട്ട്സൈഡ് അതുപോലെ ഏകദേശം ആ ലെവലിൽ തന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരേപോലെയാണ് കടന്നു പോകുന്നത്. പക്ഷേ സൊസൈറ്റിയിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഗേൾസിന് കൂടുതൽ ലൈക്ക്
ഒരുപാട് പറയുന്ന രീതിയിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ലൈക്ക് ദേ ആർ ഗോയിങ് ത്രൂ ദിസ് ഇത്രയും ആവശ്യമില്ല. പക്ഷെ ബോയ്സ് ആർ നോട്ട് ജസ്റ്റ് സേയിങ്. നമ്മൾ ജീവിക്കുന്ന കേരളത്തിലായതുകൊണ്ടും ഇവിടെ സംഭവിക്കുന്ന കൂടുതൽ പെൺകുട്ടികൾക്ക് ആയതുകൊണ്ടുമാണ് പെൺകുട്ടികളെ വിക്ടിമായിട്ട് ഇവിടെ വിക്ടിം കാർഡ് കറക്റ്റ്. ഐ മീൻ വിക്ടിം കാർഡ് പ്ലേ ചെയ്യുന്നല്ല, അവർ വിക്ടിം ആണ് ഇവിടെ കൂടുതൽ. ബട്ട് വൺസ് യു ഗോ ഔട്ട് ഓഫ് കേരള യു വിൽ ഫൈൻഡ് ദാറ്റ് ആണുങ്ങളും ഒത്തിരി പേര് വിക്ടിമാണ്. മനസ്സിലായി? പക്ഷെ അവരും ആരോടും പറയാറില്ല. ദാറ്റ്സ് എ പോയിന്റ്. അത് പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? ടു സം എക്സ്റ്റെന്റ് ആണുങ്ങൾക്ക് ചിലപ്പോൾ അവരോട് എന്തെങ്കിലും ചെയ്യാൻ വരുമ്പോൾ അവർക്ക് മറുത്ത് പറയാനോ അല്ലെങ്കിൽ ഫിസിക്കലി അവരെ ഉപദ്രവിക്കാനോ ഉള്ള കഴിവ് കാണും. മനസ്സിലാവും? പെൺകുട്ടികൾക്ക് ഫിസിക്കലി താങ്കളെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ അടുത്തോട്ട് വരുന്ന ഒരു ആണിനെ ഓവർകം ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? ആണുങ്ങൾക്ക് അത് ടു സം എക്സ്റ്റെന്റ് അവർക്ക് അതൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. മനസ്സിലായി? ഇപ്പം നമ്മൾ സം ടവറിങ് ഫിഗർ ഓർ സംബഡി ഹൂസ് ഫിസിക്കലി സുപ്പീരിയർ അവരുടെ അടുത്തോട്ട് ഇവർ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ പേടിക്കും. മനസ്സിലായി? പെണ്ണുങ്ങളെ അവർ ചിലപ്പോൾ അവർ മാൻ ഹാൻഡിലിങ് ചെയ്യാൻ ശ്രമിക്കും. ആ ഒരു ചേഞ്ച് ഉണ്ട്. But there is a choice in this. They don't force you, right? Like നമ്മളെ ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യത്തില്ല. രണ്ട് രീതിയിലുള്ളവരുണ്ട്. ഫോഴ്സ് ചെയ്യുന്നവരുണ്ട്, ചോദിക്കുന്നവരുണ്ട്. ഓക്കെ, കൂടുതൽ ആൾക്കാരും ചോദിക്കുന്നതാണ് ഫോഴ്സ് ചെയ്യുന്നവനെക്കാട്ടി കുറവ്. അപ്പം ഇറ്റ്സ് അപ് ടു യു വെദർ യു വാണ്ട് ടു ഗോ യു ഡോണ്ട് വാണ്ട് ടു ഗോ. അത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയാണ്. ഓക്കെ, ഇഫ് ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ഐ ഹാവ് ഡിസൈഡഡ് ദിസ് ഈസ് മൈ പ്രിൻസിപ്പിൾ ഐ ആം നോട്ട് ഗോണ ഡു ഇറ്റ്, സ്റ്റിക്ക് ഓൺ ടു ദാറ്റ്. So it's not just girls. It's your choice. Male is also going through these stuff. Yeah. I'm so sorry about that. Like, I didn't mean it that way first thing, but എങ്ങനെയാണ് മീൻ ചെയ്തത്? it was different. ഒരാളോട് വന്ന് കാസ്റ്റിംഗ് വെച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പിന്നെ എന്ത് മീനിങ്ങാണല്ലോ. ഞങ്ങൾ ചുമ്മാ കാണിച്ച കേട്ടോ, ഞങ്ങൾ വെറുതെ തമാശ കാണിച്ച. സീരിയസ്, ഐ ഡോണ്ട് ഡു ദാറ്റ്. ഞാൻ അങ്ങനെ ഇറങ്ങി പോകുക വളരെ ചുരുക്കമാണ്, വെറുതെ പറഞ്ഞ. This was planned. എനിക്ക് ഒരു ഇന്റർവ്യൂ എങ്കിലും എന്നെ പ്രാങ്ക് ചെയ്യാണ്ട് കിട്ടും. സീരിയസ്ലി God, I would have cried. Seriously. കരഞ്ഞില്ലേ ഇപ്പോ? ഇല്ല, കരഞ്ഞു. രാജുവിടെ why? Seriously. ഇനി ഞാൻ മലയാളി വാർത്തയിൽ നിന്ന് രാജു വയ്ക്കാൻ പോവാ. സീരിയസ്ലി ഓരോ ഇന്റർവ്യൂ ഓരോ വൃത്തിയുടെ പ്രാങ്ക്സ്. ഓപ്പൺ ആയിട്ടൊക്കെ ചോദിക്കാണ്, താങ്കൾ കാസ്റ്റിംഗ് വെച്ച് ചെയ്തിട്ടുണ്ടോ? രാജുവേട്ടാ, ഇന്നലെ പറഞ്ഞപ്പോ ഞാൻ ആലോചിക്കണായിരുന്നു നിങ്ങൾ ഇത്രയും നന്നായി അഭിനയിക്കുമെന്ന്. It was? Seriously? After I met you, I mean, after we had the interaction. പുള്ളിക്കാരന്റെ കൂടെ I asked him, I'm not going to do this. It's only just so bad. I told him that I'm not going to ask him. അല്ല, ഞാൻ ഇന്റർവ്യൂല് ഇതിൽ പോലും എഴുതി ചേർത്തില്ല സാധനം. And you were like, പറയ എന്ന് പറഞ്ഞാൽ like, what the heck is wrong with this guy? Sorry എന്നാലും വെറുതെ. ഞാൻ ഇറങ്ങിപ്പോയതൊക്കെ സീരിയസ് ആണെന്ന് വിചാരിച്ചു. അപ്പൊ വില്ലേജ് ഗെയിംസിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ? Like you do play. I am born, brought up and still living in a village. Still. You are not into city and all that. No, ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ എറണാകുളത്ത് വന്ന് താമസിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ ബോംബെയിൽ പോയി താമസിച്ചുകൊണ്ടിരുന്നത്. Okay. But my home is in Nannur, ഒരു ചെറിയ വില്ലേജ് ആണ്. അപ്പോ എന്തൊക്കെ തരം ഗെയിംസ് ആണ് which you are into? എന്തൊക്കെ കളിക്കാറുണ്ടായിരുന്നു ആ സമയത്തൊക്കെ? I was completely into sports and games. പിന്നെ ഗ്രാമങ്ങളിലായതുകൊണ്ട് അവിടുത്തെ കുറേ കളികളുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് പലപ്പോഴും സിറ്റിയിലെ ഒരു അന്നത്തെ കാലത്ത് കംഫർട്ട് കിട്ടത്തില്ലായിരിക്കും, കോച്ചിങ് കിട്ടില്ലായിരിക്കും. അപ്പം നമുക്കറിയാവുന്ന ഗെയിംസിലേക്ക് നമ്മുടെ എനർജി കൂടുതൽ പോകും. അങ്ങനെ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു. ഏതെങ്കിലും 2-3 എക്സാമ്പിൾ ആയിട്ട് പറയാം. യു നെയിം ഇറ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറയാം. നെയിമില്ലേ? അല്ല, യു നെയിം ഇറ്റ്. Okay. So താങ്കൾക്ക് അറിയാവുന്ന ഏതൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. വളരെ കുറവാണ് എനിക്ക് എന്നാലും വില്ലേജ് ഗെയിംസ് ഒക്കെ പറയുമ്പോൾ. പക്ഷേ
ക്രിക്കറ്റ് എന്നൊരു ഗെയിം ഉണ്ടെന്നറിയാം, ബട്ട് ക്രിക്കറ്റ് ഈസ് നോട്ട് മൈ ഗെയിം. യു ആർ നോട്ട് ഫെമിലിയർ വിത്ത് ക്രിക്കറ്റ് ആൻഡ് അതിലെ പ്ലേയേഴ്സിനൊന്നും അറിയത്തില്ല? ഇല്ല, ബേസിക്കലി ഞങ്ങൾ വളർന്നുകൊണ്ടിരുന്ന സമയത്ത് ക്രിക്കറ്റ് എന്ന് പറയുന്ന ഇറ്റ് റിക്വയർസ് ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരും മറ്റേ പാഡോ കിറ്റോ അങ്ങനത്തെ ഒക്കെ കൊണ്ടുപോകണം. ഞങ്ങൾക്ക് അതിനൊരു എക്സ്പോഷർ ഇല്ലായിരുന്നു. ഫോർ എക്സാമ്പിൾ ഫുട്ബോൾ ആണെങ്കിൽ നമുക്ക് ഫുട്ബോൾ മാത്രം മതി, ഒരു ഗ്രൗണ്ട് മതി. അങ്ങനെയാണ് ഞങ്ങൾ കളിച്ചത്. അതുകൊണ്ട് ക്രിക്കറ്റിലേക്ക് ഞാൻ എൻ്റെ കോൺസെൻട്രേഷനോ എനർജിയോ കളഞ്ഞിട്ടില്ല. ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഇന്ത്യയിൽ ഭയങ്കര ഏറ്റവും കൂടുതൽ ആൾക്കാർ കളിക്കുന്നതും കാണുന്നതും സിനിമയെക്കാട്ടിലും വലിയ റിലീജിയനാണ്, അതൊക്കെ സമ്മതിച്ചു. പ്ലേയേഴ്സിന്റെ പേരുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഫെമിലിയർ ആണോ അല്ലയോ പറയാൻ പറ്റും? ക്രിക്കറ്റ് ചോദിക്കൂ, കളിയാക്കാരാണല്ലേ ജസ്റ്റ് ആസ്കിങ്. ഗാംഗുലി കേട്ടിട്ടുണ്ട്, സച്ചിൻ നന്നായിട്ട് ഒത്തിരി കേട്ടിട്ടുണ്ട്, ധോണി, MS ധോണി കേട്ടിട്ടുണ്ട്, പാണ്ഡ്യ, MS ധോണി അറിയാം. ഓക്കെ. വിരാട് കോഹ്ലി? വിരാട് കോഹ്ലി അനുഷ്കയുടെ ഹസ്ബൻഡ്. സോ you don't know that ക്രിക്കറ്റർ ആണ് വിരാട് കോഹ്ലി എന്ന്? വിരാട് കോഹ്ലി ക്രിക്കറ്റർ അല്ല. വിരാട് കോഹ്ലി when we were doing modeling, I mean our batch, like okay, not with Virat, not our batch. Okay. അപ്പോൾ ഞങ്ങൾ ബോംബെയിലായിരുന്നു കുറേ നാൾ. അപ്പം ഞങ്ങളിങ്ങനെ ഓഡീഷൻസിന് വിളിക്കും, നാഷണൽ ആഡ് ഇല്ലേ, അപ്പം അവർ തന്നെ ഹാൻഡ് പിക്ക് ചെയ്ത് 2-3 പേരെ മാത്രമേ എടുക്കത്തുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിയോഡ്രൻ്റ് ആണ്, അങ്ങനത്തെ ഇന്ത്യ മുഴുവൻ വരുന്ന. അപ്പം അതിനിങ്ങനെ ഞാൻ കുറേ എണ്ണത്തിന് പോയിട്ട് ഞാനിങ്ങനെ ഓഡീഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എൻ്റെ കൂടെ തന്നെ അന്ന് വലിയ ഇന്ത്യയിൽ തന്നെ നല്ല പേരുള്ള മോഡൽസ് ഞങ്ങളെല്ലാം ഒന്നിച്ചാണ് പോവാറ്. ഞങ്ങൾ പോയി ഓഡീഷൻ ചെയ്തിട്ട് തിരിച്ചു വരും. അത് കഴിഞ്ഞിട്ട് അവർ വിളിക്കില്ല, അപ്പം നമുക്കറിയാം കിട്ടിയില്ലെന്ന് നമ്മളറിയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ TV ഇങ്ങനെ കാണുന്നുണ്ടേ, ഞാൻ ഓഡീഷൻ ചെയ്ത പല ആഡും ചെയ്യുന്ന വിരാട് കോഹ്ലിയാണ്. ഫോർ മീ ആൻഡ് അവർ ഗ്രൂപ്പ് ഈ പുള്ളിക്കാരൻ ഞങ്ങളുടെ ആഡ്സ് എല്ലാം തട്ടിയെടുക്കുന്ന ഒരു മനുഷ്യനാണ്. ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഞങ്ങളെ that part doesn't exist for us. Okay. For example, നമുക്ക് ഈ ഒരു ലൈഫ് മാത്രമേ ഉള്ളൂ. ഈ പുള്ളി എങ്ങനെ അറിയത്തുള്ളൂ. അതിനുശേഷം പുള്ളി വിരാട് കോഹ്ലി, അനുഷ്ക ശർമ്മ is a Bollywood actress, obviously we know. അങ്ങനെ ഞങ്ങൾക്ക് അറിയായിരുന്നു. അപ്പൊ അയാൾ അനുഷ്കയുടെ ഹസ്ബൻഡ് ആയിട്ട് അറിയാം. So actually you thought Virat Kohli was a model? Yeah, എല്ലാ ആഡും അയാളല്ല ചെയ്യുന്നത്. സത്യല്ലേ, he comes in so many ads. That's so true. But he is a cricket player. അതിപ്പോഴും നിങ്ങളിപ്പോ ഇദ്ദേഹമൊക്കെ actually it is true. ഒരുപാട് ആഡ്സ് ഒക്കെ ചെയ്യുന്ന ആൾ തന്നെയാണ്. But I think most of the cricketers are into ads. ഇപ്പം അല്ല, ഞാൻ ഒരു പരിധി വരെ, ഒരു കാലഘട്ടം വരെ മെയിൽ മോഡൽസിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം മുഴുവൻ ക്രിക്കറ്റേഴ്സ് എന്ന് പറയുമ്പം മെയിൽ ക്രിക്കറ്റേഴ്സ് ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ബോളിവുഡ് ആക്ടേഴ്സ്, അത് അപ്പോഴത്തേക്കും മെയിൽ മോഡൽസ് ഒന്നും ഇല്ലാതായി പോയി. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ വന്നതായിരിക്കാം ഇപ്പം വിരാട് കോഹ്ലി. അപ്പോ വില്ലേജ് ഗെയിംസിലേക്ക് നമുക്ക് ബാക്ക് ടു ദാറ്റ് അതിലേക്ക് വരാം. വേറെ ഗെയിംസിന്റെ പേര് നിങ്ങൾ പറഞ്ഞേ പറ്റൂ? ഏതെങ്കിലും കളിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാകത്തില്ലേ? എനിക്ക് മുമ്പേ കല്ലുത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, കളിയാക്കിയെന്ന്. ഏതാണ്? കല്ലുകുത്ത്. പിന്നെ വടംവലി. ഓക്കെ, വടംവലി. പിന്നെ ഞാൻ പറഞ്ഞ ഒരു പക്ഷെ എന്നെ കളിയാക്കും. പറയൂ. നിങ്ങൾ ഈ ഗെയിമൊക്കെ ആക്ച്വലി ഓണത്തിന് മാത്രമേ കണ്ടിട്ടുള്ളായിരിക്കും, ഫെസ്റ്റിവൽസില്. പക്ഷെ ഈ ഗെയിമിന്റെ പേര് ബിസ്ക്കറ്റ് കടി എന്ന മലയാളത്തിൽ പറയുന്ന. ബിസ്ക്കറ്റ് കടി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ലൈൻ എന്തെങ്കിലും ഒരു നൂലോ ഒരു കമ്പോ ഒരു കയറോ വല്ലതും കെട്ടിയിട്ടുണ്ടായിരിക്കും. അതിൽ ഓരോരുത്തരുടെ ഹൈറ്റിന് കുറെ മുകളിലായിട്ട് എന്തെങ്കിലും ഒരു ഈറ്റബിൾ ആയിട്ട്, അത് ചിലപ്പോൾ ബിസ്ക്കറ്റ് ആയിരിക്കാം, ചിലപ്പോൾ കുക്കി ആയിരിക്കാം, അതിങ്ങനെ ഒരു നൂലിൽ കെട്ടിയിടും. എന്നിട്ട് they will shake it. മനസ്സിലായോ? So we should bite it. Your hands are tied. Okay. Your hands are tied. You need to jump exactly at the point when this thing is near to you and bite it. ഇപ്പൊ പറയുമ്പോൾ വിചാരിക്കും ഇത് തമാശയാണെന്ന്. ബട്ട് ദെൻ ലെറ്റ് മീ ടെൽ യു, ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ വരേണ്ട ഒരു ഗെയിമാണ്. അതിൻ്റെ കാരണങ്ങൾ പറയാം. ഒന്ന്, നിങ്ങളുടെ കൈ കെട്ടിയിട്ടിരിക്കുക. കൈ കെട്ടിയിട്ടിരിക്കുന്ന താങ്കൾക്ക് എത്ര ജമ്പ് ചെയ്യാൻ പറ്റും നോക്കിയിട്ടുണ്ടോ? Have you ever tried? കൈന്ന് ആയം എടുക്കാതെ നമുക്ക് എത്ര ജമ്പ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ടുണ്ടോ? ഫസ്റ്റ്, യുവർ മൂവ്മെന്റ് ഇസ് റെസ്ട്രിക്റ്റഡ്.
കൈ കെട്ടിയിട്ടിരിക്കുകയാണ്. Yeah. 2, ഇറ്റ്സ് എ മൂവിങ് ടാർഗറ്റ്. Mhm. ഓക്കെ, നിങ്ങൾ എന്തിനാണോ ഉദ്ദേശിക്കുന്നത് അത് 2 രീതിയിൽ മൂവിയാണ്. 1 അത് കെട്ടിയിട്ടിരിക്കുന്ന കയറിൽ മൂവിയാണ്, 2 ആ നൂലിൽ മൂവിയാണ്. Yeah. 2 ടൈപ്പിലാണ് മൂവ്മെന്റ് വരുന്നത്. അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് ഓസിലേറ്റിംഗ് ആസ് വെൽ. It goes. Yeah. കറക്റ്റ്. അപ്പോൾ യുവർ ഫോക്കസ് ഈസ് വാട്ട് ഈസ് ദ സ്പീഡ് അറ്റ് വിച്ച് ആ കയർ മൂവ് ചെയ്യുന്നത്, വാട്ട് ഈസ് ദ ഡിഗ്രി ഓഫ് മൂവ്മെന്റ് ഓഫ് ദാറ്റ് ത്രെഡ്, ആൻഡ് ഹൗ മെനി ഓസിലേഷൻസ് ഇസ് ദിസ് കുക്കി ഓർ ബിസ്ക്കറ്റ് ഇസ് ടേക്കിംഗ്. അത്രയും മനസ്സിലാക്കിയിട്ട് ഇറ്റ് ഹാസ് ബുക്സ്. Is it ഇതിന് ബുക്സ് ഉണ്ട്. to know? ഐ മീൻ ഇറ്റ് ഹാസ് എ പഠിക്കാൻ. കോച്ചിങ് മാനുവൽ. Okay. ഓക്കെ, അത് നിങ്ങൾ പഠിക്കണം. പഠിച്ചിട്ട് വേണം ഇതിന്റെ ഓക്കെ ഇതിന് 3 ഓസിലേഷനേ ഉള്ളൂ. ഓക്കെ, മൈ 7th സെക്കൻഡിലായിരിക്കണം എൻ്റെ ജംപ്. Okay. ഓക്കെ, സോ വി ലേൺ ഇറ്റ്. There is a coaching book for this, It's a manual. It's not a Okay. book as such. A small manual which which you should know. yeah. And okay, 8 സെക്കൻഡിലാണെങ്കിൽ ഇത് തന്നെ ക്രോസ് ചെയ്യും, എൻ്റെ മൂക്കിലിടിക്കും. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇറ്റ് ഹാസ് എ കേരള സ്റ്റേറ്റ് ടീം ഓൾസോ. For this game, AKBBA Biscuit Biting Association. Association. All Kerala. All Kerala Biscuit Biting Association. Wow. It's so easy to get into it if you are learning facts properly. Okay. കേൾക്കുമ്പോ ലൈക്ക് ഞാൻ ഇപ്പൊ ഇങ്ങനെ എത്ര എണ്ണത്തിനുണ്ടെന്നറിയോ? നമ്മൾക്കറിയാത്ത ഒത്തിരി എണ്ണത്തിന് കേരള സ്റ്റേറ്റ് ടീംസ് ഉണ്ട്. കേരള സ്റ്റേറ്റ്സുള്ള ബാക്കി സ്റ്റേറ്റുകളിലും കാണാം. കേരള സ്റ്റേറ്റ് ടീംസ് ഉണ്ട്. ഇറ്റ് ഹാസ് ടൂർണമെന്റ്സ്. ഞാനിപ്പോൾ നിങ്ങളുടെ ക്യാമറമാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നാട്ടിലുണ്ട് ഇത്. ബട്ട് യാ ഇങ്ങനത്തെ ഓരോ ഗെയിംസ് ഐ മീൻ കേരള ടീം ഉണ്ടെന്ന് പറയുമ്പോ തന്നെ ഫസ്റ്റ് പറയുമ്പോ കേൾക്കുമ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഇതിന്റെ ഡിഫിക്കൽട്ടി ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അത് നമ്മൾ ആലോചിക്കത്തില്ല. മോസ്റ്റ് ഓഫ് us ഫുട്ബോളിൽ അവർ പറയത്തില്ല ഫ്രീ കിക്ക് എടുക്കുമ്പോൾ ഇത്ര ഡിഗ്രി തിരിയണം എന്നൊക്കെ. എവറിത്തിങ് ഹാസ് ഗോട്ട് ഫിസിക്സ് ബിഹൈൻഡ് ഇറ്റ്. yeah that's true. Nothing is funny as such. അപ്പോൾ ഇതോടെ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ തീരുവാണ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us and all the best for your future. You too. Thank you so much. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.